മുഹറം മാസമാണ്. മുഹറം മാസം വളരെ പുണ്യമുള്ള ഒരു മാസമാണ്. പക്ഷേ അള്ളാഹുവിന്റെ ദീൻ നമ്മെ പഠിപ്പിച്ചത്, നേരത്തെ പറഞ്ഞല്ലോ ഞാൻ, ശരീഅത്ത് വിട്ടുകൊണ്ടൊരു കാര്യമില്ല. ഇസ്ലാമിക ശരീഅത്ത് നമ്മെ പഠിപ്പിച്ചത് അതിന്റെ വഴിയിലാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ. ശീഅത്ത് എന്ന് പറയുന്ന ഒരു കക്ഷിയും നാസിബത്ത് എന്ന് പറയുന്ന വേറൊരു കക്ഷിയും ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. നാസിബത്ത് എന്ന് പറയുന്ന കക്ഷി അഹ്ലു ബൈത്തിന്റെ വിരോധികളാണ്. ശിയഅത്ത് എന്ന് പറയുന്ന കക്ഷികൾ അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചത് ശരീഅത്ത് മറികടന്നുകൊണ്ടുള്ള സ്നേഹപ്രകടനവുമാണ്. രണ്ടും പിഴച്ച കക്ഷികളാണ്. ഈ രണ്ട് വഴിയും സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സാദാത്തുക്കളുടെ ബഹുമാനം പറയാൻ വേണ്ടി മാത്രം ഇമാം സുംഹൂദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ രചിച്ച ഈ എൻ്റെ കയ്യിലുള്ള അൽ ഇസ്റാഫ് അലാ ഫളിൽ അശ്റാഫ് എന്ന ഗ്രന്ഥത്തിലും, അതേപോലെ അഹ്ലു ബൈത്തിനെ സംബന്ധിച്ച് വളരെ വിശദമായി രേഖപ്പെടുത്തിയ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ സവായിഖുൽ മുഹരിഖയിലും അതുപോലുള്ള കിതാബുകളൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം, അതേ ആശുറ വരുന്ന ദിവസം ദുഃഖപ്രകടനങ്ങളൊന്നും നടത്താൻ പാടില്ല. അന്ന് പ്രത്യേകം സുർമയിടൽ വരെ പാടില്ല. അന്നത്തെ ദിവസം നാം മുസീബത്തിന്റെ പേരിൽ ക്ഷമിച്ചവരാകണം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് മുസീബത്തിന്റെ പേരിൽ അള്ളാഹു തന്നതിനെ പൊരുത്തപ്പെട്ട് അംഗീകരിച്ച്, അങ്ങനെയാണല്ലോ വല്ലദീന സബറു ബിത്തിഖാഅ വജ്ഹി റബ്ബിഹിം, റബ്ബിന്റെ വജ്ഹിനെ കരുതി അള്ളാഹുവിന്റെ തീരുമാനത്തിൽ പൊരുത്തപ്പെടുന്നവർ. അതാണല്ലോ ശരിയായ ക്ഷമയെന്ന് പറയുന്നത്. ആ ക്ഷമയാണ് നമ്മൾ എവിടെയും കൈക്കൊള്ളേണ്ടത്. പൊറുതികേടുകളൊന്നും നമുക്ക് കാണിക്കാൻ നിർവാഹമില്ല. കാരണം എല്ലാം തരുന്നവൻ അള്ളാഹുവാണ്. ആ അള്ളാഹു എന്തു തന്നാലും ഞാൻ അതിൽ സംതൃപ്തനാണ് എന്നതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവം. അജബല്ലി അംരിൽ മുഅ്മിനി അൽ അംറു കുല്ലുഹു ലഹു ഖൈർ ഇൻ അസാബതുഹു സറാഉ ശകറ ഫകാന ഖൈറൻ ലഹു വഇൻ അസാബതുഹു ളറാഉ സബറ ഫകാന ഖൈറൻ ലഹു എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ ഏത് പ്രയാസം വരുമ്പോഴും അവിടെ ക്ഷമിച്ചു നിൽക്കണം. എങ്ങനെയാണെങ്കിലും മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ ലകൈ ലാ തസൗ അലാ മാ ഫാതകും വലാ തഫറഹു ബിമാ ആതാക്. എന്ത് കിട്ടിയാലും അഹങ്കരിക്കരുത്. ഒന്ന് സംഭവിച്ചാലും അതിന്റെ പേരിൽ ടെൻഷൻ അടിക്കരുത്. മറിച്ച് അള്ളാഹുവിലേക്ക് ഖൽബ് തിരിച്ച് എൻ്റെ റബ്ബ് തന്നത് എന്ന നിലക്ക് അത് അംഗീകരിക്കുകയും പൊരുത്തപ്പെടുകയും ചെയ്തുകൊണ്ടുള്ള ക്ഷമ, ആ ക്ഷമയാണ് ഫബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. അല്ലദീന ഇദാ അസാബതുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ വരുമ്പോൾ അവർക്കതിന്റെ പേരിൽ അള്ളാഹു പ്രതിഫലം കൊടുക്കും. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, ഖുർആനാണ്. അതുകൊണ്ട് ആശൂറ വരുമ്പോഴും മുഹറം വരുമ്പോഴൊക്കെ ദുഃഖപ്രകടനം നടത്തുന്ന ശിയാക്കളുടെ വഴിയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാർഗത്തിലോ അല്ലെങ്കിൽ നേരത്തെ ചിലർ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട ദിവസമായതുകൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ച് സുർമ ഇട്ടതുപോലെ, അതിന്റെ പേരിൽ പുതിയ വസ്ത്രം ധരിച്ചതുപോലെ സന്തോഷം പ്രകടിപ്പിച്ച നാസിബത്തിന്റെ വഴിയിലോ പെട്ടുപോകാതെ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. നമുക്കെല്ലാം അറിയാം, ആശൂറ നോമ്പ് വളരെ പുണ്യമുള്ളതാണ്. അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിന്റെ മർദ്ദനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട വകയിലുള്ള ശുക്റാണ്. അതോടുകൂടെ തൗസിയത്തുൻ അലൽ ഇയാൽ, അതെ, നമ്മുടെ ആശ്രിതർക്ക് നല്ല ഭക്ഷണവും മറ്റും കൊടുക്കുന്നത് അന്ന് നല്ലതാണ് എന്ന് ചില റിവായത്തുകളിൽ ഉണ്ട്. അതിനെ മഹാന്മാരായ പണ്ഡിതന്മാര് തള്ളിക്കളഞ്ഞിട്ടില്ല. അതേ സമയത്ത് അല്ലാത്ത സംഗതികൾ പലതും പറയപ്പെടുന്നതെല്ലാം പണ്ഡിതന്മാര് തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. അത് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളും ഇമാം സുംഹൂദിയും ലോകത്തുള്ള ഒരുപാട് പണ്ഡിതന്മാർ സുന്നത്ത് ജമാഅത്തിന്റെ അയിമ്മത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ സുന്നത്തുകൾ മുറുകെ പിടിച്ചും ബിദ്അത്തുകൾ കൈയൊഴിച്ചും മാത്രം നമ്മൾ ജീവിക്കണം. നമ്മൾ ഒരിക്കലും ഒരാളെയും പുകഴ്ത്തി പറഞ്ഞിട്ട് നമ്മൾ കുറ്റക്കാരാകരുത്. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഒന്നും പറയരുത്. വളരെയേറെ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ബഹുമാനപ്പെട്ട ഖുറാത്തങ്ങൾ ഇവിടെ മറവ് ചെയ്യപ്പെട്ടു. അള്ളാഹു അടുത്ത ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. സയ്യിദന്മാരെ സമീപിക്കുന്നത് ജീവിതകാലത്തും വഫാത്തിന് ശേഷവും ഏതായാലും പുണ്യം തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ സിയാറത്തിന് വരുന്നതൊക്കെ പുണ്യം തന്നെയാണ്. പക്ഷേ അതിന് പ്രചോദിപ്പിക്കണം എന്ന് മനസ്സിലാക്കി എന്തെല്ലാമോ വിളിച്ചു പറയരുത്. സ്റ്റേജിൽ കയറിയിട്ട് എന്തെല്ലാമോ